എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി നനയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയായ യജമാനനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം 2-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ എന്ന വചനമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആക്ഷേപങ്ങളും വേദനകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില വഴിത്താരയിലൂടെ കടന്നു പോകേണ്ടി വരുന്നതായ ഘട്ടങ്ങളിൽ സർവശക്തിയുള്ള ദൈവത്തോട് വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുവാനോ ആ തർക്കം കൊണ്ട് തനിക്ക് രക്ഷപ്പെടുവാനോ കഴിയുമോ എന്ന് ചോദിക്കുന്ന ചോദ്യവും നാം ആഴമായി ചിന്തിക്കേണ്ട ഒരു ചോദ്യവുമായിട്ടാണ് വാക്കുകൾ നിലനിൽക്കുന്നത്. 106-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽ കരയിൽ വച്ച് തന്നെ മത്സരിച്ചു എന്നുള്ളതായ വാക്കുകളാണ്. സർവശക്തനായ ദൈവം മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് ചെന്നെത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതായ ജനത്തിൻ്റെ നടുവിൽ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും നന്മകളും ഒക്കെ നൽകിക്കൊടുത്ത് ആ നിലകളിൽ അവരെ മുൻപോട്ട് നയിച്ചു എങ്കിൽ പോലും ദൈവം അവർക്കു വേണ്ടി ചെയ്തതായ അത്ഭുതങ്ങളും ദൈവം അവർക്കു വേണ്ടി ചെയ്തതായ നന്മകളും എല്ലാം ഓർക്കാത്തവരായി ദൈവത്തോട് മത്സരിക്കുവാനും തർക്കിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരമില്ലാതെ വന്ന സമയം, അവർക്ക് കുടിപ്പാനായിട്ട് വെള്ളമില്ലാത്തതായ ഘട്ടങ്ങൾ, അവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയാതെ ചെങ്കടൽ അവരുടെ മുൻപിൽ ഒരു പ്രതിസന്ധിയായ നിന്ന ഘട്ടങ്ങൾ, യെരിഹോ മതിൽ മറികടക്കുവാൻ കഴിയാതെ അവർ ആയിത്തീരുന്ന പശ്ചാത്തലങ്ങൾ, അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും അത്യുന്നതനായ ദൈവം അവർക്കു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്തു എങ്കിൽ പോലും ഓരോ പ്രശ്നങ്ങളെയും അതിജീവിച്ച് അടുത്ത പ്രശ്നത്തിന് മുൻപിൽ വരുമ്പോൾ അവർ ദൈവത്തോട് മത്സരിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഇയ്യോബിനോട് ദൈവം ചോദിക്കുകയാണ്, ദൈവത്തോട് തർക്കിക്കുവാനായിട്ട് നിനക്ക് കഴിയും, പക്ഷെ തർക്കിച്ച് ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവത്തോട് തർക്കിക്കുവാൻ ഒരു പക്ഷെങ്കിൽ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞെന്നു വരാം. ദൈവാത്മാവിനോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞെന്നു വരാം. പക്ഷേ ദൈവത്തെയോ ദൈവത്തിൻ്റെ ആത്മാവിനെയോ തർക്കിച്ച് ജയിപ്പാൻ നമുക്ക് കഴിയില്ലെന്നും ദൈവം സർവശക്തനാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ ദൈവത്തോട് വാദിക്കുന്നവരായിട്ടല്ല, ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവരായി തീരുവാൻ
നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് വാദിക്കുന്നവരും തർക്കിക്കുന്നവരുമായി തീരുകയല്ല. ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കു വേണ്ടി, ദൈവത്തിൻ്റെ നന്മകൾക്കു വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.